ഹലോ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എല്ലാവരും ക്ലാസ്സിന് റെഡിയല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്മ്യൂണൈസേഷൻ എന്ന ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇമ്മ്യൂണിറ്റിയാണ് പഠിച്ചത്. ഇന്ന് നമുക്കതിൻ്റെ കണ്ടിന്യൂഷനായ ഇമ്മ്യൂണൈസേഷൻ പഠിക്കാം. അതായത് രോഗപ്രതിരോധം. ഡെഫിനിഷൻ: immunization is the process of artificially inducing immunity or providing protection from disease by giving immunizing agents such as vaccines, immunoglobulins or antisera. It is the process of artificially inducing immunity. Artificially, കൃത്രിമമായി ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധ ശേഷി ഇൻഡ്യൂസ് ചെയ്യുന്ന, ഉത്തേജിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ശരീരത്തെ ആക്രമിക്കുന്ന അഥവാ ബാധിക്കുന്ന രോഗാണുവോ അത് ഉൽപ്പാദിപ്പിക്കുന്ന രാസപദാർത്ഥമോ കാരണം ശരീരത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ശരീരം പ്രതിരോധിക്കുന്ന പ്രക്രിയയാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഏത് രീതിയിലാണ് അറ്റൈൻ ചെയ്യുന്നത്? ബൈ ഗിവിങ് ഇമ്മ്യൂണൈസിങ് ഏജൻറ്റ്സ്, അതായത് വാക്സിൻസ്, ഇമ്മ്യൂണോഗ്ലോബുലിൻസ്, ആൻറ്റിസെറ മുതലായവ ശരീരത്തിലേക്ക് കടത്തിവിട്ട് ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സ്റ്റാറ്റസ്, അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഒന്ന് ഇൻഡ്യൂസ് ചെയ്യിക്കുക, ഉത്തേജിപ്പിക്കുക. അങ്ങനെ ചെയ്യുന്ന പ്രക്രിയയാണ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. വൺസ് മോർ, ഇമ്മ്യൂണൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് artificially inducing immunity or providing protection from disease by giving immunizing agents such as vaccines, immunoglobulins or antisera. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, പാസീവ് ഇമ്മ്യൂണിറ്റി എന്നൊന്ന് നോക്കാം. Active immunity means the resistance developed by an individual as a result of an antigenic stimulus. നമ്മൾ പുറമേ നിന്ന് ഒരു ആൻറ്റിജൻ ശരീരത്തിലേക്ക് കടത്തിവിടുകയും അതിനെതിരെ നമ്മുടെ ശരീരം ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ദ റെസിപ്പിയൻസ് ഇമ്മ്യൂൺ സിസ്റ്റം പ്ലേസ് ആൻ ആക്റ്റീവ് റോൾ. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിലൊരു ആക്റ്റീവായിട്ടുള്ള റോൾ ഉണ്ടാക്കുന്നുണ്ട്. ഉദാഹരണമാണ് വാക്സിനേഷൻ. അതേസമയം പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ദ റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് transmitted passively to a recipient in a ready-made form. The recipient's immune system has no active role. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല. ആൻറ്റിബോഡീസ് ആയിട്ട് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നു. ആർട്ടിഫിഷ്യലി അങ്ങനെ കടത്തിവിടുന്ന പ്രോസസ്സാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇമ്മ്യൂണോഗ്ലോബുലിൻസ്, ആൻറ്റിസെറ മുതലായവ ആ ഫോമിൽ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നു. അതേസമയം ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയിലാണെങ്കിൽ ആർട്ടിഫിഷ്യലായി നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്നത് വാക്സിനേഷൻ വഴിയാണ്. വാക്സിൻസ് നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നു. ആ വാക്സിൻസിനെതിരെ, അതായത് ആ ആൻറ്റിജനെതിരെ നമ്മുടെ ശരീരം ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഈസ് റിഗാർഡിംഗ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇമ്മ്യൂണൈസേഷൻ. എന്താണ് രോഗപ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ പ്രത്യേകത? ഇറ്റ് പ്രിവെൻറ്റ്സ് ചിൽഡ്രൻ ഫ്രം ഡെഡ് ആൻഡ് ഡെബിലിറ്റേറ്റിംഗ് ഡിസീസ്. മാരകമായ രോഗം വരുന്നത് തടയുന്നു. കീപ്സ് ചൈൽഡ് ഫ്രം സഫറിങ് എ പ്രിവെൻറ്റബിൾ ഡിസീസ്. വാക്സിൻ പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള ഡിസീസ്, അതായത് വാക്സിൻ എടുത്താൽ ആ രോഗം വരാതിരിക്കും. അത്തരത്തിലുള്ള രോഗം വരുന്നതിൽ നിന്നും കുട്ടികളെ രക്ഷിക്കുന്നു. ലെസൻസ് ദ കൺസൾട്ടേഷൻ ഓഫ് ഫിസിഷ്യൻ. അടിക്കടി ഡോക്ടറിനെ വിസിറ്റ് ചെയ്യുന്നത് കുറയ്ക്കാൻ പറ്റും. നോ ഹോസ്പിറ്റലൈസേഷൻ. ചെറിയ കുഞ്ഞുങ്ങളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഒരു അസുഖം കാരണം. സോ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഒരു ഹാപ്പിയായ, ഹെൽത്തി ആയിട്ടുള്ള ഒരു ചൈൽഡാണ് അങ്ങനെ വളർന്നു വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വേർഡ് അബൌട്ട് ദ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. എന്താണ് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന് നോക്കാം. It is an expanded program on immunization which is launched by WHO in the year 1974, in May 1974, to protect all the children of the world against 6 vaccine preventable disease, namely diphtheria, pertussis, tetanus, poliomyelitis, TB and measles by the year 2000. അതായത് 2000 ആണ്ടോടുകൂടെ വാക്സിൻ പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള പ്രധാനപ്പെട്ട 6 രോഗങ്ങളാണ് ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, ട്യൂബർകുലോസിസ്, മീസിൽസ്, പോളിയോമൈലൈറ്റിസ്. ഇവയിൽ നിന്നും കുഞ്ഞുങ്ങളെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി WHO ലോഞ്ച് ചെയ്ത പ്രോഗ്രാമാണ് എക്സ്പാൻഡഡ് പ്രോഗ്രാം ഓൺ ഇമ്മ്യൂണൈസേഷൻ. ഇതിൻ്റെ ഇന്ത്യൻ വേർഷനാണ് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം വിച്ച് ഈസ് ലോഞ്ച്ഡ് ഓൺ November 1985.
1985 ഇതിൻ്റെ ഇന്ത്യൻ വേർഷൻ വരുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് ഗോട്ട് മെയിൻലി 2 വൈറ്റൽ കമ്പണൻസ്. ഇന്ത്യൻ വേർഷനായ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിന് മെയിനായിട്ട് 2 കമ്പണൻസ് ഉണ്ട്. ദ ഫസ്റ്റ് ഈസ് ഇമ്മ്യൂണൈസേഷൻ ഓഫ് പ്രഗ്നൻറ്റ് വിമൻ എഗൻസ്റ്റ് ടെറ്റനസ്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളെ ടെറ്റനസ് എന്ന് പറയുന്ന രോഗത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള രോഗപ്രതിരോധ കുത്തിവയ്പ്പ് കൊടുക്കുക. അതുപോലെ തന്നെ ഇമ്മ്യൂണൈസേഷൻ ഓഫ് ചിൽഡ്രൻ ഇൻ ദിയർ ഫസ്റ്റ് ഇയർ ഓഫ് ലൈഫ് എഗൻസ്റ്റ് ദ 6 വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസ്. വാക്സിൻ പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള 6 ഡിസീസ്, നമ്മൾ നേരത്തെ പറഞ്ഞ വാക്സിൻ പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള 6 ഡിസീസിനെതിരെയുള്ള കുത്തിവയ്പ്പ് കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ 1 വർഷക്കാലം, അതായത് 1 വയസ്സാകുന്നതിന് മുന്നേ തന്നെ രോഗപ്രതിരോധ കുത്തിവയ്പ്പ് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട 2 കമ്പണൻസ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്കറിയാം വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസ് ഏതൊക്കെയാണെന്ന്. ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, പോളിയോമൈലൈറ്റിസ്, ട്യൂബർകുലോസിസ് ആൻഡ് മീസിൽസ്. ഈ വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അതായത് ഇതെങ്ങനെയാണ് കോസ് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്, ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. കാരണം കമ്മ്യൂണിക്കബിൾ ഡിസീസസ് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പഠിക്കാനുണ്ട്. ആ ക്ലാസ്സിൽ അത് ഡീൽ ചെയ്യും. ഇപ്പം നിങ്ങൾ ഇത്രയും അറിഞ്ഞിരിക്കുക, വാക്സിൻ പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള 6 ഡിസീസസ് ഇതാണ്: ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, പോളിയോമൈലൈറ്റിസ്, ട്യൂബർകുലോസിസ് ആൻഡ് മീസിൽസ്. ഇവയ്ക്ക് 6നും എതിരെയാണ് ആദ്യത്തെ 1 വയസ്സാകുന്നതിന് മുന്നേ തന്നെ കുട്ടിക്ക് വാക്സിനേഷൻ എടുക്കാനായിട്ട് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിലേക്ക് കടക്കാം. ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ബേസിക് ആയിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളാണ് ഇവിടെ പറയുന്നത്. ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലോകത്തിന് മൊത്തമോ അല്ലെങ്കിൽ ഇന്ത്യക്ക് മൊത്തമോ ഒരു പ്രത്യേക ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ അങ്ങനെയല്ല. ബേസിക് ആയിട്ടുള്ള 6 വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസസ് എല്ലാ സ്ഥലത്തും ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ പല സ്റ്റേറ്റിലും അവിടെ മാത്രം പ്രിവൈൽ ചെയ്യുന്ന ചില ഡിസീസ് ഉണ്ടാവാം, അവിടെ മാത്രം എൻഡമിക് ആയിട്ടുള്ള ഡിസീസസ് ഉണ്ടാവാം. ആ ഡിസീസസിനെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും, അതിനെതിരെയുള്ള വാക്സിനേഷൻ. അതല്ല, ചില രോഗം ചില സ്ഥലത്ത് മാത്രം കാണപ്പെടുന്നുണ്ടാവും, ചില സ്റ്റേറ്റിൽ മാത്രം, അല്ലെങ്കിൽ ചില ഡിസ്ട്രിക്റ്റിൽ മാത്രം, ചില ജോഗ്രഫിക് ഏരിയയിൽ മാത്രം. അങ്ങനെയുള്ള രോഗത്തിനെതിരെയുള്ള കുത്തിവയ്പ്പുകളെല്ലാം അതാത് സ്ഥലത്ത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഉണ്ടാവും. അതുപോലെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൽ വേറെ കുറച്ച് രോഗങ്ങൾ കൂടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിനകത്തുണ്ട്. ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ തന്നെ ഓപ്ഷണൽ വാക്സിൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷനുണ്ട്. അതായത് അതും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് ഓപ്ഷണലാണ്. വേണമെങ്കിൽ ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കുട്ടിയുടെ രക്ഷിതാക്കൾക്കുണ്ട്. അവർക്ക് അത് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. അതേസമയം ബേസിക്കായിട്ട് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ പറയുന്ന വാക്സിൻസ് എല്ലാം നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. അത്തരത്തിലുള്ളൊരു ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ജനിക്കുന്ന എത്രയും പെട്ടെന്ന് അറ്റ് ബർത്ത് ആ സമയം മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളാണ് ഈ പറയുന്നത്. നമ്മുടെ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിലെ ഒരു കമ്പണൻ്റാണ് കുട്ടികൾക്കുള്ള ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ. അറ്റ് ബർത്ത് ബി സി ജി എന്ന് പറയുന്നത് ട്യൂബർകുലോസിസിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ്. ജനിക്കുമ്പോൾ തന്നെ കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നതാണ്. OPV, ഓറൽ പോളിയോ വാക്സിൻ, പോളിയോ മൈലൈറ്റിസിനെതിരെയുള്ള കുത്തിവയ്പ്പാണ് ഓറൽ പോളിയോ വാക്സിൻ, അതിൻ്റെ 0 ഡോസ്. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് രോഗത്തിനെതിരെയുള്ള ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ്റെ 0 ഡോസും അറ്റ് ബർത്തിൽ തന്നെ കൊടുക്കുന്നതാണ്. നെക്സ്റ്റ് ഈസ് 6 വീക്സ്, 6 ആഴ്ച പ്രായമാവുമ്പോൾ OPV ഫസ്റ്റ് ഡോസ്, ഓറൽ പോളിയോ വാക്സിൻ്റെ 1ാമത്തെ ഡോസും പെൻറ്റാവാലൻ്റ് വാക്സിൻ്റെ 1ാമത്തെ ഡോസും. പെൻറ്റാവാലൻ്റ് ആ പേര് പോലെ തന്നെ 5 രോഗങ്ങൾക്കെതിരെയുള്ള ഒറ്റ കുത്തിവയ്പ്പാണ്. ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ, ഈ 5 രോഗങ്ങൾക്കെതിരെയുള്ള ഒറ്റ ഇഞ്ചക്ഷനാണ് പെൻറ്റാവാലൻ്റ്. അതിൻ്റെ 1ാമത്തെ ഡോസ് 6 ആഴ്ച പ്രായമുള്ളപ്പോൾ കൊടുക്കും. അടുത്തത് 10 ആഴ്ച പ്രായമുള്ളപ്പോഴാണ്. അറ്റ് 10 വീക്സ് OPV സെക്കൻഡ് ഡോസ് ആൻഡ് പെൻറ്റാവാലൻ്റ് സെക്കൻഡ് ഡോസ്. ഓറൽ പോളിയോ വാക്സിൻ്റെ 2ാമത്തെ ഡോസും പെൻറ്റാവാലൻ്റ് DPT ഹെപ്പറ്റൈറ്റിസ് ബി, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഇതിൻ്റെ 2ാമത്തെ ഡോസും കൊടുക്കും. അറ്റ് 14 വീക്സ് 14 ആഴ്ചയാകുമ്പോൾ
OPV third dose and pentavalent third dose. ഓക്കെ, ഇത് കഴിഞ്ഞ് 9 മാസമാകുമ്പോഴാണ് അടുത്ത ഇഞ്ചക്ഷൻ. 9ാമത്തെ മാസത്തിൽ മീസിൽസ് വാക്സിൻ അല്ലെങ്കിൽ MR വാക്സിൻ, മീസിൽസ് റുബല്ല വാക്സിനാണ് കുട്ടിക്ക് കൊടുക്കുന്നത്. 16 മുതൽ 24 മാസം വരെ, അതായത് 1.5 മുതൽ 2 വയസ്സിനിടയ്ക്ക് OPVയുടെ ബൂസ്റ്റർ ഡോസ് കൊടുക്കും. DPTയുടെ നമ്മൾ നേരത്തെ 3 ഡോസ് കൊടുത്തിട്ടുണ്ട്, 6 ആഴ്ചയിലും 10 ആഴ്ചയിലും 14 ആഴ്ചയിലും. അതിൻ്റെ 1ാമത്തെ ബൂസ്റ്റർ. അതുപോലെ തന്നെ 9ാമത്തെ മാസത്തിൽ MR വാക്സിൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സമയം MR വാക്സിനും എടുക്കും. അടുത്തതായി 5 മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് DPTയുടെ 2ാമത്തെ ബൂസ്റ്റർ ഡോസ്. 10 വയസ്സാവുന്നതോടുകൂടി TTയുടെ ആദ്യത്തെ ബൂസ്റ്റർ. 16 വയസ്സിൽ TTയുടെ 2ാമത്തെ ബൂസ്റ്റർ. ഓക്കെ, ഇതാണ് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്തതായി ഫോർ പ്രഗ്നൻറ്റ് ലേഡീസ്. പ്രഗ്നൻറ്റ് ലേഡീസിന് ഏർലി ഇൻ പ്രഗ്നൻസി TT ഫസ്റ്റ് ഡോസ്, അതായത് ഗർഭിണിയാണെന്ന് അറിയുന്നതോടൊപ്പം എത്രയും പെട്ടെന്ന് TTയുടെ 1ാമത്തെ ഡോസ് എടുക്കുന്നു. 4 വീക്സ് ആഫ്റ്റർ TT1 TTയുടെ സെക്കൻഡ് ഡോസ് എടുക്കുന്നു. അതായത് ആദ്യത്തെ ഇഞ്ചക്ഷൻ എപ്പോഴാണോ എടുത്തത് അത് കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോൾ TTയുടെ 2ാമത്തെ ഡോസ് എടുക്കുന്നു. ഇതാണ് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൽ നിഷ്കർഷിക്കുന്ന കുട്ടികളുടെയും പ്രഗ്നൻറ്റ് വിമനിൻ്റെയും ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ. ഓക്കെ, നെക്സ്റ്റ് ഫ്യൂ വേർഡ്സ് അബൌട്ട് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷനെ കുറിച്ച്. പൾസ് പോളിയോ തുള്ളിമരുന്ന് കൊടുക്കുന്നു എന്ന വാർത്ത നമ്മൾ സാധാരണയായിട്ട് പത്രത്തിലും TV-യിലും ഒക്കെ കാണാറുണ്ട്. അതൊരു പ്രത്യേക സമയത്താണ് കാണുന്നത്. എല്ലാ കുട്ടികൾക്കും പോളിയോ തുള്ളിമരുന്ന് കൊടുക്കണം എന്ന് പരസ്യമായിട്ട് പലർക്കും പല പ്രശസ്ത വ്യക്തികളൊക്കെ TV-യിലും റേഡിയോയിലും ഒക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ എന്ന് നമുക്ക് നോക്കാം. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ വാസ് ലോഞ്ച്ഡ് ഇൻ ദ കൺട്രി ഇൻ ദി ഇയർ 1995. 1995 ഇന്ത്യയിൽ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ എന്ന പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നത്. ഇനി എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം. ഇൻ ദിസ് പ്രോഗ്രാം children under 5 years of age is given additional dose of oral polio drops in December and January every year on fixed days. അതായത് 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ഒരു അഡീഷണൽ ഡോസ് ഓഫ് ഓറൽ പോളിയോ ഡ്രോപ്സ് ആണ് കൊടുക്കുന്നത്. അതായത് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ അനുസരിച്ച് കുട്ടി എല്ലാ പ്രതിരോധ കുത്തിവയ്പ്പും എടുത്തിട്ടുണ്ടെങ്കിലും, പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുന്നതിനോടൊപ്പം പോളിയോ തുള്ളിമരുന്ന് എടുത്തിട്ടുണ്ടെങ്കിലും അത് കൂടാതെ അഡീഷണൽ ആയിട്ടുള്ള ഒരു ഡോസാണ്, അധികമായിട്ടുള്ള ഒരു ഡോസാണ് ഇപ്രകാരം കൊടുക്കുന്നത്. ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഒരു ഫിക്സഡ് ഡേ ആയിരിക്കും. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും അതങ്ങനെ തന്നെ കൊടുക്കുന്നുണ്ട്. യൂഷ്വലി അത് ഡിസംബർ ജനുവരി മാസത്തിലാണ് കൊടുക്കുന്നത്. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ദ ടേം പൾസ് നമുക്കറിയാം. പൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദീസ് സഡൻ simultaneous administration of oral polio vaccine on a single day to all children 0 to 5 years of age regardless of previous immunization. അതായത് സൈമിൾട്ടേനിയസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും, എല്ലാ സ്റ്റേറ്റിലും, എല്ലാ സ്ഥലത്തും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, റെയിൽവേ സ്റ്റേഷനിൽ, ബസ് സ്റ്റാൻഡിൽ, അതുപോലെ തന്നെ റോഡിൻ്റെ പല സ്ഥലത്തും ഉള്ള ബൂത്തുകളായിട്ട് നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ, ഇപ്പോൾ വാഗ ബോർഡറൊക്കെ പോലുള്ള അതിർത്തി പ്രദേശങ്ങളിൽ അവിടെ വരെ ഇമ്മ്യൂണൈസേഷൻ്റെ ബൂത്ത് അന്നുണ്ട്. കാരണം അതിർത്തി കടന്നു വരുന്ന ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിക്കും വന്ന് ഇമ്മ്യൂണൈസേഷൻ പോളിയോ കൊടുക്കുന്നുണ്ട്. സോ ഇന്ത്യ മൊത്തമുള്ള എല്ലാ സ്ഥലത്തുള്ള കുട്ടികൾക്കും ഒരേ സമയം ഈ ഓറൽ പോളിയോ വാക്സിൻ തുള്ളിമരുന്ന് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളും ഇമ്മ്യൂണൈസേഷൻ എടുക്കുമ്പോൾ നമ്മൾ ഈ പോളിയോ മുക്ത രാജ്യമായി മാറും. ഓക്കെ. And the last case of polio in the country was reported from West Bengal. ഏറ്റവും അവസാനം 2011 വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് അവസാനത്തെ കേസ് പോളിയോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതിനുശേഷം നോ സച്ച് കേസ് ഹാസ് ബീൻ റിപ്പോർട്ടഡ് ഇൻ ദ കൺട്രി. അങ്ങനെ ഒരു കേസും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. ആൻഡ് ഓൺ 27 March 2014 ഇന്ത്യ വാസ് ഡിക്ലെയർഡ് ആസ് നോൺ എൻഡമിക് കൺട്രി ഫോർ പോളിയോ.
പോളിയോ പകരുന്നതിനുള്ള സാധ്യതയുള്ള ഒരു രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്നും ഇന്ത്യ മുക്തമായി കഴിഞ്ഞു 2014. കാരണം 2011 ശേഷം ഇന്ത്യയിൽ ഒരൊറ്റ കേസ് പോലും പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആ ഒരു രീതി അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രിഞ്ചൻറ്റ് മെഷേഴ്സ് ഹാവ് ബീൻ ടേക്കൺ ബൈ ദ ഗവൺമെൻറ്. ഒരുപാട് മെഷേഴ്സ് എടുക്കുന്നുണ്ട്. കാരണം എല്ലാവർക്കും പോളിയോ തുള്ളിമരുന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഹൗസ് ടു ഹൗസ് വിസിറ്റ് ഉണ്ട്. ഓരോ വീട്ടിലും വന്ന് കുട്ടികൾ ആരെങ്കിലും തുള്ളിമരുന്ന് എടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് തുള്ളിമരുന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരാളെപ്പോലും വിട്ടുപോകാതെ രാജ്യം മൊത്തമുള്ള 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഒരേ സമയം ഒരേ ദിവസം ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്ന പ്രോഗ്രാമാണ് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ദ നെക്സ്റ്റ് ഈസ് റിഗാർഡിംഗ് ദ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഓഫ് വാക്സിനേഷൻ. അതായത് വാക്സിനേഷൻ എടുക്കുന്നത്, വാക്സിൻ എടുക്കാൻ പാടില്ലാത്ത സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ഹൈ ഫീവർ, വളരെ കൂടുതൽ പനിയുണ്ടെങ്കിൽ, ചെറിയ പനി, ചെറിയ ജലദോഷം, ഇതൊന്നും വാക്സിൻ എടുക്കുന്നതിനൊരു തടസ്സമല്ല. അതേസമയം അതല്ല, വളരെ കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ എടുക്കാൻ പാടില്ല. റിയാക്ഷൻ ടു അനദർ വാക്സിനേഷൻ, മറ്റേതെങ്കിലും ഒരു വാക്സിൻ എടുത്ത സമയത്ത് റിയാക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളും അടുത്ത വാക്സിനേഷൻ എടുക്കുന്നതിന് മുമ്പ് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിൻ്റെ ചെക്കപ്പൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇൽനെസ് വിച്ച് അഫക്ട്സ് ദി ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്ന, ഇമ്മ്യൂൺ സിസ്റ്റം സപ്രസ് ചെയ്യുന്ന എന്തെങ്കിലും രോഗമുള്ളവർ, ഉദാഹരണമായിട്ട് ക്യാൻസറോ HIV-യോ എയ്ഡ്സോ അതുപോലുള്ള എന്തെങ്കിലും രോഗമുള്ളവരുണ്ടെങ്കിൽ അവർക്കും രോഗപ്രതിരോധ കുത്തിവയ്പ്പ്, അതായത് ഇമ്മ്യൂണൈസേഷൻ എടുക്കുന്നത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ സി ദ റോൾ ഓഫ് GDA. ഒരു GDA, ജനറൽ ഡ്യൂട്ടി അസിസ്റ്റൻറ്റിന് ഇമ്മ്യൂണൈസേഷനിലുള്ള റോൾ എന്താണ്? ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈസ് ദ സേഫ് ഇഞ്ചക്ഷൻ പ്രാക്ടീസസ് ആൻഡ് ദ സേഫ് എൻവയോൺമെൻറ്റ്. അതായത് അണുബാധ തടയുന്നതിനുള്ള സേഫ് പ്രാക്ടീസസ് എല്ലാം, ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതെല്ലാം ചെയ്യണം. ഓക്കെ, ദെൻ കൊളാബറേറ്റിംഗ് വിത്ത് അതർ ഹെൽത്ത് പ്രൊഫഷണൽസ് ഇൻ കണ്ടക്ടിങ് ക്യാമ്പ്. ഹെൽത്ത് ക്യാമ്പ്സ്, മെഡിക്കൽ ക്യാമ്പ്സ് കണ്ടക്ട് ചെയ്യുന്നതിന് മറ്റ് ആരോഗ്യ പ്രവർത്തകരോടൊപ്പം സഹകരിക്കണം. കൊളാബറേഷൻ വിത്ത് ലോക്കൽ ലീഡേഴ്സ് ഫോർ കണ്ടക്ടിങ് അവയർനെസ് ക്യാമ്പയിൻ. അതായത് രോഗപ്രതിരോധ കുത്തിവയ്പ്പിനെ കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടികളിൽ ഒരു ലോക്കൽ ഏരിയയിൽ, കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വിമുഖത കാണിക്കുന്നുണ്ട് രോഗപ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുന്നതിന്. അപ്പോൾ അവരെ അവെയർ ആക്കുന്നതിന് വേണ്ടിയിട്ട്, അവരെ ഒന്ന് ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ആരോഗ്യ പ്രവർത്തകർ സാധാരണ ഇതുപോലുള്ള ക്യാമ്പയിൻസ് ഒക്കെ നടത്താറുണ്ട്. അതിലെല്ലാം സഹകരിച്ച് പ്രവർത്തിക്കണം. ദെൻ ഹോം വിസിറ്റ് ആൻഡ് ഫോളോ അപ്പ് ഓഫ് ഇമ്മ്യൂണൈസ്ഡ് ചിൽഡ്രൻ. ഇമ്മ്യൂണൈസേഷൻ കഴിഞ്ഞ കുട്ടികളുടെ ഹോം വിസിറ്റ്, അവർക്ക് സാധാരണയായി ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിനുള്ള മരുന്ന് ഉൾപ്പെടെ കൊടുത്താണ് വിടുന്നത്. ചെറിയ വേദനയോ അതുപോലെ ചെറിയ തോതിലുള്ള പനിയോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഹോം വിസിറ്റ് നടത്തണം. അതുപോലെ ഫോളോ അപ്പ്, ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ അടുത്ത കുത്തിവയ്പ്പ് എപ്പോഴാണ് എടുക്കേണ്ടത്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ഫോളോ അപ്പ്. ഇതാണ് GDAയുടെ ഇമ്മ്യൂണൈസേഷനിലെ പ്രധാനപ്പെട്ട റോള്. ഓക്കെ, ഇനി ഇത് നല്ലോണം നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം നമ്മളൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ വെൽ ബേബി ക്ലിനിക്കിലോ എവിടെയാണെന്ന് വെച്ചാൽ PHCയിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന അമ്മമാർക്ക് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നമുക്ക് തറവായിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടി നിങ്ങൾക്കൊരു അസൈൻമെൻ്റ് ഉണ്ട്. നിങ്ങൾ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൻ്റെ ഒരു ചാർട്ട് പ്രിപ്പയർ ആണ്. ആ ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ആ ചാർട്ട് നമ്മുടെ എപ്പോഴും ഹാൻഡി ആയിട്ട് വെക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മളത് കാണുന്നതിലൂടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ നമ്മൾ നല്ല തറവായിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇമ്മ്യൂണൈസേഷനെ കുറിച്ച് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. സോ അതുവരെ താങ്ക് യു.